ഹലോ എവരിവൺ, പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? വളരെ സുഖമായിട്ടിരിക്കുന്നോ? ഇപ്പോൾ ഞങ്ങള് ഇവിടെ വനിതാ ഉത്സവം നടക്കുകയാണ്. നമ്മുടെ കലൂർ സ്റ്റേഡിയത്തിൽ, JLN സ്റ്റേഡിയത്തിൽ വനിതാ ഉത്സവം നടക്കുകയാണ് കൊച്ചിയിൽ. അപ്പോൾ അതിനു വേണ്ടി ഒന്ന് പോവാണ്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഞങ്ങൾ അങ്ങോട്ട് എത്തുന്ന സമയം കൊണ്ട് ഇന്ന് കോളേജ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കോളേജിലും പോയി, പിന്നെ എൻ്റെ ഫ്രണ്ടൊക്കെ ആയിട്ടൊന്ന് ഔട്ടിങ്ങിനൊക്കെ പോയി. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സിനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടിട്ടോ. അപ്പോഴത്തേക്ക് നമ്മൾ കലൂരിലെ അവിടെ വനിതാ ഉത്സവത്തിലെത്താം. ഓക്കെ, ഹലോ. ഞാനിങ്ങനെ കോളേജിലേക്ക് പോകാൻ വേണ്ടി മെട്രോയിലാണ് കേട്ടോ. അപ്പോൾ മെട്രോ സ്റ്റേഷനിലാണ്, മെട്രോ സ്റ്റേഷനിൽ. അപ്പം നമ്മുടെ ഇവിടുത്തെ മെട്രോ സ്റ്റേഷൻ കുറച്ച് നടക്കണം നമ്മുടെ പ്ലാറ്റ്ഫോം എത്തണമെങ്കിൽ. അപ്പം ഞാൻ നടന്ന് പോവുകയാണ്. പ്ലാറ്റ്ഫോം എത്തി. ഇപ്പം വലിയ തിരക്കൊന്നുമില്ല കേട്ടോ, കാരണം രാവിലെ അല്ലേ, അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. ഇപ്പം ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ട്രെയിൻ വരാൻ കുറച്ച് സമയം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ മെട്രോ എത്തി. എന്നിട്ട് നമ്മൾ കോളേജിലെത്തി കേട്ടോ. കോളേജിൽ വലിയ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ ഫോൺ യൂസിങ് നമുക്ക് അലൗഡ് അല്ല. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഗ്രില്ലാക്സിൽ വന്നു കേട്ടോ. അവിടെ ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി അതുകൊണ്ട് ഞങ്ങൾ ഗ്രില്ലാക്സിൽ വന്നു ലഞ്ച് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനും അവളും കൂടെ എന്തൊക്കെയോ സംസാരിക്കുകയാണ്. അവൾക്ക് ഈ ക്യാമറയുടെ മുമ്പിൽ വരുമ്പോൾ ചെറിയൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാ ഇങ്ങനെ ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് പോസ് ചെയ്തൊക്കെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഇറിറ്റേഷനും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം ഡ്രിങ്ക് പറഞ്ഞു. ഞാൻ പറഞ്ഞത് വാട്ടർമെലൻ മൊയ്റ്റയും അവൾ പറഞ്ഞത് ഒരു ക്യൂക്കംബറിൻ്റെ ഒരു മൊയ്റ്റ് വേണം. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഏറ്റവും അടിപൊളിയായിരുന്നു. ഞങ്ങളുടെ തൊട്ടടുത്ത് രജീഷ വിജയൻ ഇരിപ്പുണ്ടായിരുന്നു. അവരുടെ പ്രൈവറ്റ് ടൈം ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് മിണ്ടാനോ അങ്ങനെ പോയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി പോയി. പിന്നെ ഞങ്ങളുടെ ഫുഡ് എത്തി കേട്ടോ. അപ്പം ഞങ്ങൾ ഓർഡർ ചെയ്തത് പെരി പെരി ചിക്കനും പിന്നെ പീത്ത ബ്രെഡും പിന്നെ അതിൻ്റെ കൂടെ ഒരു റൈസ് ബൗളാണ് കേട്ടോ. ഷാലറ്റ് ചിക്കൻ റൈസ് ബൗളാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ഇതെല്ലാം കൂടെ ഞങ്ങൾ ഹാഫ് ആക്കി കഴിച്ചു. എന്നിട്ട് എന്തൊക്കെയോ ഒന്ന് സംസാരിക്കുന്നുണ്ട്, ഞങ്ങളുടെ കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. ഫുഡെല്ലാം നല്ലതായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ പെരി പെരി ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ് ടെൻഡർ ചിക്കൻ ആയിരുന്നു. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ആദ്യം കഴിച്ചത് റൈസ് ആയതുകൊണ്ട് പീത്ത ബ്രെഡ് ഇച്ചിരി ഒന്ന് ഡ്രൈ ആയി. പിന്നെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. അപ്പം ഓട്ടോ റൈഡൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി. നല്ലൊരു ഔട്ടിംഗ് ആയിരുന്നു, അങ്ങനെ അടിപൊളിയായിരുന്നു. നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട് വനിതാ ഉത്സവത്തിൽ. ഇത് കൊള്ളല്ലേ, അപ്പൊ നമുക്ക് അകത്തോട്ട് കയറാം. അങ്ങനെ കുറെ ഇലക്ട്രോണിക്സ് ഒക്കെ ആട്ടോ. ഇതൊക്കെ ഫുള്ളെല്ലാം കുറേ ഇലക്ട്രോണിക്സ് ആട്ടോ. ഈ കുറെ AC, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെയാണ്. എല്ലാം കുറെ ബ്രാൻഡ്സിന്റെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ബോഷ് ആയിക്കോട്ടെ, ലോയിഡ്, IFB, വോൾട്ടാസ്, പിന്നെ ഫേവറേറ്റ്, ഗോദ്രേജ്, അങ്ങനെ പല ബ്രാൻഡ്സിന്റെയും ഉണ്ട്. നല്ല ഓഫറിനൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് ഇവിടുത്തെ അടുത്ത സെക്ഷനിലോട്ട് കയറി. കുറെ വീട്ടില് ഉള്ള സാധനങ്ങളൊക്കെയാണ്, അതായത് സോഫ, ജിം എക്യുപ്മെന്റ്സ്, അങ്ങനെ പിന്നെ ഡൈനിങ് ടേബിൾ, അങ്ങനെ കുറെ സംഭവം. പിന്നെ കുറെ ബെഡ്സും കാര്യങ്ങളൊക്കെ, മാട്രസസ്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹാൻഡ്ലൂം സിൽക്ക് സ്യൂട്ട്സും കാര്യങ്ങളും കുറെ ഡ്രസ്സും പിന്നെ സാൻഡിൽസ്. നല്ല തിരക്ക്, നടക്കാൻ പറ്റണില്ല. നല്ല തിരക്കുണ്ട്. ഇനി 2 ദിവസം കൂടെ കണ്ടല്ലേ ഉള്ളേ. ഇനി 10th വരെ ഉള്ളു. അമ്മുണ്ട് ഞങ്ങളിവിടെ. നല്ല തിരക്ക്. കുറെ ടൈപ്പ് ജ്വല്ലറീസ്, കുറെ കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ. തിരക്ക് കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷനിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. ഇനിയിപ്പോ അടുത്ത സെക്ഷനിലോട്ട് കാണണം.
ഇവിടെ സ്വീറ്റ് കോണിന്റെ ഒക്കെ സ്റ്റോൾ ഉണ്ട് കേട്ടോ. ഇപ്പൊ അടുത്ത സെക്ഷനിലോട്ട് കയറാം. കോഫി ഡേ ഉണ്ട്. ഒരു കോഫി കുടിച്ചാലോ? കുടിക്കാലോ. അല്ലെങ്കിലും കഫേ ഡേ കണ്ട അമ്മ വിടത്തില്ലെന്ന് എനിക്കറിയാം. മധുരം കുറവാണ്. മധുരം കുറവാ എനിക്ക്. പക്ഷെ മധുരം കുറവ് മതിയുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ വാങ്ങിച്ചില്ല, കാരണം നല്ല ചൂടാണ്. ഞാൻ കുടിച്ചു വരുമ്പോഴത്തേക്ക് ഒരു സമയം എടുക്കും, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. കുടിച്ചു വരുമ്പോഴത്തേക്ക് രാവിലെയോ ഇതൊക്കെ ഒരു അടച്ചിട്ട് പോകും. അത് ഇച്ചിരി സമയം എടുക്കും ഞാൻ ചൂട് കുടിക്കണൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ഒരു രണ്ടുപേരും ലാറ്റ വാങ്ങിച്ചു. ഇച്ചിരി കൂടെ എന്നെ നാക്ക് കൊള്ളും പെട്ടെന്ന്. നല്ല കോഫിയാണ്. നല്ല കോഫിയാണ്. നല്ല കോഫിയാണ്. ശരി, മീൻസ് ലാറ്റ ആയതുകൊണ്ട് ഇത്രയും കയ്പ് വരേണ്ട ആവശ്യമില്ല. കാപ്പിച്ചീനായിരുന്നു കുറച്ചുകൂടെ കയ്പുണ്ടായനെ. ഇതിന് അത്രയും കയ്പില്ല. എന്നാലും മധുരം കൂടുതൽ കുടിച്ച് ശീലിച്ചവർക്ക്, ഇപ്പൊ അമ്മയ്ക്ക് മധുരം എന്ന് പറഞ്ഞിട്ട് അമ്മ എക്സ്ട്രാ ഷുഗർ ഇടുന്ന ആളാണ്. എനിക്ക് പിന്നെ ഇത് മതി. അപ്പൊ ശരി, ഇനി അടുത്ത സെക്ഷനിലോട്ട് കയറാം. നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് കയറുവാട്ടെ. നേരത്തെ ഒരു ബ്രേക്ക് എടുക്കാനായിട്ടൊരു കോഫിയും പിന്നെ ഐസ്ക്രീമും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം നെക്സ്റ്റ് സെക്ഷനിലോട്ട് കയറാം. അതോട്ട് വരുമ്പോ കുറെ മാറ്റും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ബാഗ്സ്, ഡ്രസ്സസ്, ഫുഡ് ഐറ്റംസ്, അങ്ങനെ കുറെ സാധനങ്ങളുണ്ട്. നല്ല തിരക്കുണ്ട്. ഓരോന്നും പറയുന്നൊക്കെ അറിയാം. ഞാൻ പറഞ്ഞെങ്കിൽ കേൾക്കുന്നുണ്ടോന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇവിടെ ഞാൻ കുറെ തടിയൊക്കെ വെച്ചുണ്ടാക്കിയിരുന്നു കുറെ സംഭവങ്ങൾ കേട്ടോ. ഇവിടെയും എന്തൊക്കെയോ കുറെ സാധനങ്ങളൊക്കെ. പിന്നെ കുറെ കാർ ഡിസ്പ്ലേസ് ഉണ്ട് കേട്ടോ. ടാറ്റ, സുസുക്കി, ടൊയോട്ട ആയിരുന്നു, സോറി. പിന്നെ ബൈക്സ്, റോയൽ എൻഫീൽഡ്, കിയ, അങ്ങനെ കുറെ കാറും ബൈക്സിന്റെ ഒക്കെ. ഇനിയിപ്പോ ഫുഡ് കോർട്ട് എത്തി. നമ്മൾ സ്റ്റോൾസ് എല്ലാം കേട്ടിട്ടുണ്ട്. ഇനി ഫുഡ് സ്റ്റോൾസ് ആണ്. അതിന്റെ കൂടെ ലൈവ് മ്യൂസിക് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി ഞാൻ പറയുന്നത് എത്രത്തോളം കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, കാരണം അത്രയും സൗണ്ട് ഉണ്ട് ഇവിടെ. നക്ഷത്ര പായസമൊക്കെ കാണുന്നത് എന്തോ സംഭവം. എന്തോ ചിലപ്പോ 5 സാധനങ്ങൾ ചേർത്ത് പായസം ആയിരിക്കാം. പക്ഷെ തമാശക്ക് പറയുകയാണെങ്കിൽ അത് കുടിച്ച് 5 നക്ഷത്രം. നല്ല പായസമാണ്. ഇവിടെ കുടുംബശ്രീയുടെ സ്റ്റോൾസ് ആണ് കേട്ടോ. കുറെ ഉണ്ട് സംഭവം. പായസം, പിന്നെ കഫേ, പിന്നെ കുറെ ഉപ്പിലിട്ട സംഭവങ്ങൾ. പിന്നെ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഫുഡ് ഐറ്റം, മെയിൻ ഫുഡ് ഐറ്റംസ് തന്നെ ബിരിയാണി, അങ്ങനെ കുറെ കുറെ കാര്യങ്ങളുണ്ട്. അത്യാവശ്യം കുറെ ഫുഡ് ഐറ്റംസ് ഉണ്ട് കേട്ടോ. പിന്നെ കോട്ടൺ ക്യാൻഡി, പിന്നെ ഐസ്ക്രീംസ്, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ട്. പിന്നെ അതിന്റെ അപ്പുറത്ത് എന്തോ ഉണ്ട്. അപ്പൊ കഴിഞ്ഞില്ലേ? അറിയത്തില്ല, ചെന്ന് നോക്കാം. എന്താ ആദ്യം എന്തെങ്കിലും ഫുഡിന്റെ അവിടെ എന്തെങ്കിലും നോക്കിയിട്ട് നമുക്ക് അപ്പുറത്തോട്ട് പോകും. ഞാൻ വീഡിയോ എടുത്തെടുത്ത് അമ്മയൊക്കെ അപ്പുറത്തിരിക്കും. എവിടെ തപ്പട്ട എന്തോ വാങ്ങിക്കാൻ വേണ്ടി ഏതോ സ്റ്റോളിനോട് ഇത് കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ കുറെ കാണുന്നുണ്ട്. നോക്കണം എന്താ സൗണ്ട്. ഇവിടെ പാട്ടൊക്കെ ആയതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ്. പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇല്ലോന്നൊന്നും എനിക്ക് അറിയത്തില്ല. ആ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുടിക്ക് ശർബത്ത്, സ്പ്രിംഗ് പൊട്ടേറ്റോ,
മുളക് ബജി അങ്ങനെ വെക്കാം. പിന്നെ അപ്പുറത്ത് കളിപ്പാട്ടങ്ങളും ഒരു കുറച്ചൊരു ഔട്ട്ഡോർ സ്പേസ് പോലെ. പിന്നെ കുറെ ഒരു നഴ്സറി ഒക്കെ ഉണ്ട് കേട്ടോ, കുറെ ചെടികളും കാര്യങ്ങളും. ഇതുവഴി നമുക്ക് എക്സിറ്റ് കിട്ടും. അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ എന്താ പറയാ വനിതാ ഉത്സവം എന്ന് പറയുമ്പോ. ഞങ്ങളിപ്പം അവിടെ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ചില്ല അവിടെ നിന്ന്, ഭയങ്കര തിരക്ക്. ഒന്നാമത് കാര്യം ഇരിക്കാനൊന്നും സ്ഥലമില്ല. അപ്പൊ ഞങ്ങൾ അവിടെ നിന്നൊന്നും കഴിച്ചില്ല. അപ്പൊ ഇപ്പം കലൂരാണല്ലോ, കലൂർ സ്റ്റേഡിയത്തിൽ ഇല്ലാത്ത കടകളും ഇല്ല, എല്ലാ കടകളും ഉണ്ട്, പല ടൈപ്പിലെ കടകളും ഉണ്ട്. അപ്പം ഞങ്ങൾ കഴിച്ചു ഇവിടെ നിന്ന് എവിടെന്നെങ്കിലും ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാം. അമ്മയും മോളും കൂടെ എന്തൊക്കെയോ സംസാരിച്ച് നടന്നു വരുവാണ്. ഇവിടെ റോഡിലാണെങ്കിൽ അധികം വീഡിയോ എടുക്കുന്നില്ല, അല്ലെങ്കിൽ വണ്ടി വല്ലതും വന്നിരിക്കുന്നത്. അപ്പൊ ഇനി ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് കാണാം. ഞങ്ങള് ആക്ച്വലി മറ്റേ കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് വരും അവിടുത്തെ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ കയറാന്ന് വിചാരിച്ചു. പക്ഷെ മൊത്തം അവിടെ നടന്നല്ലാതെ വേറൊരു ഗുണം ഉണ്ടായില്ല. ഭയങ്കര തിരക്ക്, ഫുള്ളായിരുന്നു ആൾക്കാർ മുഴുവനും. അപ്പം അതുകൊണ്ട് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഇവിടെ പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട്, പിള്ളേ നമ്പർ 483 അടുത്തായിട്ട്, ടോക്ക് ഓഫ് ദ ടൗൺ എന്ന് പറഞ്ഞിട്ട്. അപ്പം അവിടെയാണ് ഇപ്പൊ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ ഏതൊക്കെയാണെന്ന് ഇത് വെൽക്കം ഡ്രിങ്ക് ആട്ടോ. ഇപ്പം എന്താ സംഭവം എന്ന് അറിയത്തില്ല, കുടിച്ചോക്കെ. മനസ്സിലാവുന്നില്ല എന്തോ, ഐ തിങ്ക് ഗ്രേപ്പ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ സ്റ്റാർട്ടേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഇതാണ് സ്വീറ്റ് സ്പൈസി chicken wings, something and the tangy and sweet spicy and tangy. Spicy and tangy chicken wings. മറ്റേത് ഗോൾഡൻ ഫ്രൈഡ് പ്രോൺസ്. അത് കറക്റ്റാക്കി പറഞ്ഞു. അമ്മു പ്രോൺസ് കഴിക്കുന്നില്ല, അമ്മു ഫിഷ് ഐറ്റംസ് ഒന്നും കഴിക്കൂല. അപ്പൊ അതുകൊണ്ട് അമ്മു ചിക്കൻ ആയിരിക്കും കഴിക്കുന്നത്. എനിക്കാണെങ്കിൽ പ്രോൺസ് ഭയങ്കര ഇഷ്ടം. പ്രോൺസ് തന്നെ ആദ്യം കഴിച്ചോട്ടോ. പ്രോൺസ് നല്ല ക്രിസ്പി ആട്ടോ. അതിലൂടെ ആ ഒരു ഡിപ്പും ഉണ്ട്. അപ്പൊ നമ്മളെ കുട്ടി ആദ്യം ഡിപ്പ് ഇല്ലാതെ ചുമ്മാ കഴിച്ചോട്ടെ. നമുക്ക് ആ ക്രഞ്ച് കേൾക്കുന്നുണ്ടോ? സോ ഗുഡ്. പുറത്ത് ഇത്രയും ക്രിസ്പി ആണെങ്കിലും അതൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. മീൻസ് എന്താ റബ്ബർ പോലെ ആയിട്ടില്ല. ഈ പ്രോൺസിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതൽ കുക്കായി കഴിഞ്ഞാൽ അത് റബ്ബറായി പോകും. റബ്ബറി ടെക്സ്ചർ, റബ്ബറായെന്ന് അങ്ങനെയല്ല ഉദ്ദേശം, അതുപോലത്തെ ടെക്സ്ചർ ആവും. പക്ഷെ ഇത് അങ്ങനെയല്ല, പെർഫെക്റ്റ്ലി കുക്കും. നീ ഇതിന്റെ കൂടെ ആ ഒരു ഡിപ്പും കൂടെ കുട്ടി വെക്കും. ഒരു മയോ കൈൻഡ് ആണ്. ഞാനത് വേറെ എന്തൊക്കെയോ ആഡ് ചെയ്തിട്ടുണ്ട്. സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം അടിപൊളി, ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ കഴിക്കുമ്പോ ചൂടോടെ കഴിഞ്ഞാൽ ശ്രദ്ധിക്കാം. ആരെ കണ്ടു പിന്നെ അത്രയും നമുക്ക് ആ ക്രിസ്പിനെസ് ഫീൽ ചെയ്തില്ല. ചൂടോടെ കഴിക്കാം. അതെ, അടിപൊളി. നമ്മ പ്രോൺസ് കഴിക്കുന്നില്ല, അതുകൊണ്ടാണ് പ്രോൺസ് കൊടുക്കാതെ വിങ്സ് കഴിക്കുന്നത്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായില്ല. അമ്മൂന് ഇങ്ങനത്തെ ഫ്ലേവേഴ്സ് ഒന്നും അത്ര ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. ഇത് സ്പൈസി ടാങ്കി ചിക്കൻ വിങ്സ്. അതിൻ്റെ കൂടെ ഒരു ഡിപ്പ് കൂടെ ഉണ്ട്. ആദ്യം ഡിപ്പില്ലാതെ നോക്കാം നമുക്ക്. കൊള്ളാം, നല്ലതായിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കനാണ്. നമ്മൾ കഴിക്കുമ്പോൾ ഒരു ചെറിയ സ്വീറ്റ്നെസ് പോലെയാണ്. സ്പൈസി എന്ന് പറഞ്ഞെങ്കിലും പക്ഷെ സ്പൈസി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇനി ഡിപ്പ് ചിലപ്പോൾ സ്പൈസി ആയിരിക്കാം. നോക്കാം ഡിപ്പ് കൂടെ ചേർത്ത്.
ഡിപ്പിന് ഇച്ചിരി ടാങ്കിനെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പൊതുവെ ടേസ്റ്റ് കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഞങ്ങള് ദില്ലു ചേട്ടനെ കണ്ടു. അപ്പം നമുക്കൊരു ഹാപ്പി ഫാമിലി, അപ്പൊ അവരുടെ കണ്ടു. ദില്ലു ചേട്ടനെയും പ്രിയ ചേച്ചിയും ഒക്കെ കണ്ടു. പിന്നെ എൻ്റെ കൂടെ ജെഫി ചേട്ടനും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും കണ്ടു, സംസാരിച്ചു. ഒരു ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നു. അപ്പം അവരുടെ ക്വാളിറ്റി ടൈം ആയതുകൊണ്ട് നമ്മള് വീഡിയോ ഒന്നും എടുത്തില്ല. ജസ്റ്റ് ചേട്ടൻ്റെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കും, അത്രേ ഉള്ളൂ. പിന്നെ സംസാരിച്ചു നമ്മള്. അപ്പം ഒരുപാട് സന്തോഷം അവരെ കണ്ടു. പിന്നെ അപ്പം നമ്മളെപ്പോഴും അവരുടെ വീഡിയോസും എല്ലാം കാണാറുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. സ്വീറ്റ് ആൻഡ് ടാങ്കി. ഞാൻ അതിന്റെ പേര് മറന്നു പോകുന്നല്ലോ. സ്പൈസി ആൻഡ് ടാങ്കി. സ്വീറ്റ് ആൻഡ് ടാങ്കി. സ്പൈസി ഇല്ല, ഞാൻ സ്പൈസി എന്ന് പറഞ്ഞിട്ട് പിന്നെ സ്വീറ്റ് അല്ല ആളാ. അപ്പം സ്വീറ്റ് ആൻഡ് ടാങ്കി ഞാൻ ആദ്യം തൊട്ട് കറക്റ്റായിട്ടാ പറയണത്. ഫസ്റ്റ് തന്നെ ആ സ്വീറ്റ്നെസ് കിട്ടുന്ന കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. നല്ല ടെൻഡർ ആയിട്ടുള്ള ചിക്കനാണ്, എല്ലാം കൊള്ളാം. പക്ഷെ അമ്മൂന് ഇങ്ങനത്തെ ഫ്ലേവർ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇഷ്ടം. ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് അല്ലേ, അതുകൊണ്ടാണ്. എനിക്കും അമ്മയ്ക്കും ഇതൊക്കെ ഇഷ്ടമാണ്. അമ്മൂനും കൂടെ ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ആണ് നമ്മള് മെയിൻ കോഴ്സ് ആയിട്ട് പറയണം. ജസ്റ്റ് സ്റ്റാർട്ടറാണ്. നമ്മുടെ മെയിൻ കോഴ്സ് എത്തിയിട്ടുണ്ട്. ബട്ടർ നാൻ, കേരള പൊറോട്ട, ഫിഷ് മാംഗോ കറി, ബട്ടർ ചിക്കൻ മസാല, പിന്നെ ചീസ് നാൻ, ചപ്പാത്തി. ഇത്രയാണ് നമ്മുടെ മെയിൻ കോഴ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ കഴിച്ചു നോക്കാല്ലേ. ബട്ടർ ചിക്കനും ബട്ടർ നാനും കൊള്ളാല്ലേ. നല്ല ചൂടുണ്ട് കറിക്ക്. ബട്ടർ ചിക്കനും ബട്ടർ നാനും നല്ല കോമ്പിനേഷൻ, നല്ല ടേസ്റ്റും ഉണ്ട്. ബട്ടർ നാൻ റബ്ബറി അല്ല, ചിലപ്പോൾ കുറച്ചു നേരം ഇരുന്ന് കഴിയുമ്പോൾ റബ്ബറി ആവും. പക്ഷെ ഇതങ്ങനെയല്ല. ചിലത് നമ്മൾ കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പിടിച്ച് വലിച്ച് എടുക്കേണ്ടി വരും. ഇതങ്ങനെയല്ല, സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ല ബട്ടർ നാനാണ്. ബട്ടർ ചിക്കനും കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ചീസ് നാനാട്ടോ. അപ്പം അകത്ത് ചീസ് ഫിൽഡം ഇച്ചിരി തണുത്ത്, ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്, കുറച്ച് തണുത്ത് പോയി കേട്ടോ. അപ്പൊ അകത്ത് ചീസ് ഫിൽഡാണ്. പക്ഷെ ഇപ്പൊ ആക്ച്വലി നീ കാണുന്നില്ല, വന്നില്ല, തണുത്ത് പോയി. അതുകൊണ്ടാണ്. കുറച്ച് ബട്ടർ ചിക്കനും നാനും ബട്ടർ ചിക്കനും ഒരു അടിപൊളി കോംബോ തന്നെയാണ്. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ചീസിനെല്ലാം ആ ചീസ് ഫ്ലേവർ എനിക്ക് കിട്ടുന്നുണ്ട്. കാണുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ ചീസിന്റെ ഫ്ലേവർ എനിക്ക് കിട്ടുന്നുണ്ട്. ആൻഡ് ബട്ടർ ചിക്കൻ സോ ഗുഡ്. ചിക്കനൊക്കെ നല്ല ടെൻഡറാണ്. പിന്നെ ഗ്രേവിയും കൊള്ളാം, സൂപ്പർ. നല്ല മക്നി ഗ്രേവി. ഓ, നല്ല ബട്ടർ ചിക്കൻ എന്ന് പറയാനല്ലേ. കൊള്ളാം. അടുത്ത നമുക്ക് പൊറോട്ടയും ഫിഷ് മാംഗോ കറിയും കൂടെ കഴിച്ചു നോക്കാം. എന്റെ ദൈവമേ, ഭയങ്കര വലിയ പൊറോട്ട. ഹാഫ് എടുക്കാം, കാരണം ഫുള്ള് കഴിക്കാൻ പറ്റൂല. പൊറോട്ട ഇച്ചിരി തണുത്തു പോയി, പക്ഷെ എന്നാലും നല്ല ഫ്ലഫി പൊറോട്ടയാണ്. കുറച്ച് ഫിഷ് മാംഗോ കറി കാണാം. തണുത്തെങ്കിലും റബ്ബറി ആയിട്ടൊന്നും ഇല്ല കേട്ടോ, നല്ല പൊറോട്ടയാണ്. ടേസ്റ്റ് നോക്കാം എങ്ങനെയുണ്ട്. സൂപ്പർ ആയിരിക്കുന്നു. പൊറോട്ടയും കൊള്ളാം, ഫിഷ് മാംഗോ കറി സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട് ഫിഷ് മാംഗോ കറി.
ഫിഷൊക്കെ ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷാണ്. ഗ്രേവിയൊക്കെ സൂപ്പർ ആയിരിക്കുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഫിഷ് മാംഗോ കറിയുടെ ഒരു ടാങ്കിനെസ് ശരിക്കറിയാം, ഇതിൽ മാംഗോയുടെ ടാങ്കിനെസ് നന്നായിട്ടറിയാം. പിന്നെ കോക്കനട്ട് മിൽക്കിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഇതാണ്. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു മധുരം കഴിക്കണം. അപ്പം വേറെ ഒന്നും കഴിക്കാൻ ഇപ്പം തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒരു ചോക്ലേറ്റ് ഐസ്ക്രീം വാങ്ങിച്ചു. അതെല്ലാവരും ഐസ്ക്രീം കഴിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇവിടെ സൗത്ത് ഇന്ത്യൻ മാത്രമല്ല, നോർത്ത് ഇന്ത്യൻ, കോണ്ടിനെന്റൽ, പാസ്ത, അങ്ങനെ എല്ലാ സംഭവം കിട്ടും. തായ് ഫുഡ് അങ്ങനെയൊക്കെ കുറച്ച് തായ് ഗ്രീൻ കറി, റെഡ് കറി അങ്ങനെയൊക്കെ. പക്ഷെ ഇപ്പം നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനായിട്ടുള്ളൊരു മൂഡിലല്ലാത്തതുകൊണ്ട് നമ്മൾ അറിയുന്ന ഫുഡ് വാങ്ങിച്ചു. പക്ഷെ എന്തായാലും ഇവിടെ ഒരു പ്രാവശ്യം വരും, മറ്റേതെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇവിടെ കുറേ വെറൈറ്റി ഓഫ് ഡെസേർട്ട്സും ഉണ്ടല്ലോ, അപ്പം അന്ന് നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇപ്പൊ തൽക്കാലം ഐസ്ക്രീം കഴിച്ച് നല്ലൊരു സ്വീറ്റ് നോട്ടിൽ നിർത്താണ്. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ, ടേക്ക് കെയർ.